ഒളിഞ്ഞിരുന്ന് നോക്കുന്ന. ഇവന് ആരോടാ സൊള്ളുന്ന്? ഇപ്പൊ സ്ഥിരം പരിപാടിയാ. ഏതോ പെണ്ണുങ്ങളെയൊക്കെ വിളിക്കുന്നതാ. ഇനി എല്ലാം തീർന്നു. ഇനി ഞാൻ എന്നാ ചെയ്യും? ജോസ് കൈവിട്ട് പോയോ? അവൻ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും വിളിച്ചു പോയിക്കൊണ്ട് നടക്കുവോ? അല്ലല്ലോ, അവനൊരു സഹകരണ മനോഭാവം ഇല്ല. എല്ലാ കേസിലും ഒരുമിച്ച് നിൽക്കുന്നവരല്ലേ നമ്മള്. ജോസ് കാണിച്ചത് മോശമായിപ്പോയി. നിനക്കും അങ്ങനെ തോന്നിയല്ലേ? എന്നാ പിന്നെ ഉണ്ട് ഒന്ന് നോക്കണം, നമുക്ക് ഇങ്ങനെ സൈഡ് കൂടാം. വാ. ഇതൊക്കെ എന്നാ തുടങ്ങിയത്? ചേട്ടാ, കുറച്ച് നാളായി ഫോണേല. ആദ്യം ഞാൻ കാര്യമാക്കിയില്ല. പെണ്ണുങ്ങളുടെ സ്വരം കേട്ടപ്പോഴാ ശ്രദ്ധിച്ചത്. കൂടെ പഠിച്ചവര് വല്ലവരും ആയിരിക്കും. കൂടെ പഠിച്ചവര് കണ്ണും കാണാൻ മേല ചെവിയും കേൾക്കല, അവരാ ഫോൺ വിളിക്കുന്നു. ഇത് മറ്റേത് തന്നെയാ. യു മീൻ ഫോൺ ഫ്ലർട്ടിംഗ്? അയ്യോ, എന്നെ തന്നെ മനസ്സിലാവുന്ന ഭാഷ പറ. പേടിക്കണ്ട, ഞങ്ങള് ശരിയാക്കി തരാം. കൂട്ടുകാരൻ വഴി പഠിച്ചു പോകരുതല്ലോ. അയ്യോ, ജോസ് പഴിച്ചു പോയോ? ഇത് ഞാൻ എങ്ങനെ സഹിക്കും? ഞാൻ കണ്ടി ചാടും. അയ്യോ, കരുതൽ പ്രവർത്തിക്കില്ലേ, നമുക്ക് പരിഹരിക്കാം. എങ്ങോട്ടായി ഓടുന്നേ? അവിടെ നിക്ക്. നമ്മളിപ്പൊ അങ്ങോട്ട് എന്ന് നമ്മൾ സാക്ഷി പറയേണ്ടി വരും. ചതിച്ചു, അവള് ചാടി. എല്ലാം തീർന്നു. നില്ലടാ, കൊല്ലും ഞാൻ. അയ്യോ, തുമ്മിക്കുഞ്ഞെ ഓടിക്കോ. നിങ്ങൾ പോവുകയാണോ? നില്ലെന്നേ, പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് മുങ്ങുവാണോ? ജീവന് കൊവിയില്ലാത്തവരുണ്ടോ? കൊല്ലുമെന്ന് കേട്ട ആരെങ്കിലും നിൽക്കുവോ? അതാ കള്ളിപ്പൂച്ചയല്ലേ, മീൻ കട്ട് തിന്നാൻ വന്നതാ. അതിനെ വെറുതെ വിടാൻ പറ്റുമോ? ഓ, അതാണോ കാര്യം? ഓ, നമ്മള് തെറ്റിദ്ധരിച്ചു. അപ്പൊ കിണറ്റി ചാടാൻ പോയിട്ട് ചാടിയില്ലേ? എന്നാ ഒരു ബഹളമാ അവിടെ? ഒന്ന് സ്വരമായിട്ട് ഫോൺ വിളിക്കാൻ പറ്റിയല്ലോ. അപ്പൊ സാറിന്റെ ഫോൺ വിളിക്കേ ഞങ്ങള് തടസ്സമായോ? ഫോൺ വിളിക്കാൻ സമ്മതിക്കല്ലെന്ന്. 24 മണിക്കൂർ ഇതേ ഉള്ളു ചേട്ടാ. അപ്പം ഇതാരെയാ നീ എപ്പോഴും ഫോൺ വിളിക്കുന്നത്? ഞാൻ ആരെയൊക്കെയാ ഫോൺ വിളിക്കുന്നതന്നെ നിങ്ങളെന്തിനാ അറിയുന്നത്? കണ്ടോ അരിച്ചപ്പെടുന്നത്? ഫോൺ വിളിയെ പറ്റി ചോദിച്ച അന്നേരം ഈ മെഷീൻ കലി കയറും. അത് ഞാർക്കാ കലി കയറുകാലത്തെ? ഞാൻ ആരെയായാലും ഫോൺ വിളിച്ചാലുണ്ടല്ലോ അന്നേരം കേട്ട് വന്നിരിക്കുകയല്ലേ. ആരാ വിളിച്ചത്, എന്തിനാ വിളിച്ചത്, എപ്പോഴാ വിളിച്ചത് അറിയേണ്ടാത്ത ഒരു കാര്യവുമില്ല. ദോസേ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ രഹസ്യങ്ങൾ പാടില്ല. കാര്യങ്ങളെല്ലാം പറയണം. എന്നെ കണ്ടു പഠിക്കുക. ഞാൻ പോരുമ്പോ ഫോൺ അവളുടെ കൈ കൊടുത്തിട്ടാ പോരുന്നത്. അത്രയ്ക്ക് വിശ്വാസ പുള്ളിക്കാരത്തിക്കല്ലേ? തൊമ്മിക്കുഞ്ഞെ, പിന്നിൽ നിന്ന് കുത്തരുത്. ജോസേ, നമ്മുടെ ജീവിതം തുറന്ന പുസ്തകമായിരിക്കും. ഞാൻ തൽക്കാലം പുസ്തകം അടച്ചേ വെക്കുന്നുള്ളൂ. നിങ്ങളിപ്പം പോകുകയല്ലോ. ഞാനാ പശുവിനെ മാറ്റി കിട്ടിച്ചോട്ടെ. പറമ്പിലോട്ട് പോവാണല്ലേ, ആ ഫോൺ ഇവിടെ വെച്ചു വെക്കൂ. അല്ലേ പശുവിന്റെ പുറകെ ഓടുമ്പോ ഫോൺ താഴെ വീണ് പൊട്ടും. അത് തങ്കച്ച പറഞ്ഞത് ശരിയാ. 2 ഫോണാ ഇപ്പം പശുവിനെ കെട്ടാൻ പൊട്ടിപ്പോയത്. ജോസിനിപ്പം നമ്മളോട് സംസാരിക്കാൻ ഒന്നും താല്പര്യമില്ല. സംശയിച്ച ശരിയാ, സ്ത്രീകള് തന്നെ. അയ്യോ, എനിക്കിനി ജീവിച്ചിരിക്കണ്ടേ. വെറുതെ തൂണിടിച്ച് പൊളിക്കണ്ട. സൈക്കോളജിക്കൽ അപ്രോച്ചാ വേണ്ടത്. വട്ടാശുപത്രി കൊണ്ടുപോകണം. ജോസിനെ അല്ല, നിന്നെ. ചുമ്മാ കണ്ടു ചാടാനും ഇടിച്ച് പൊളിക്കാനും നിൽക്കാതെ ഉണ്ടല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഏതവളാ വിളിക്കുന്നേ? അവിടെ എനിക്കൊന്ന് കാണണം. തങ്കച്ചാ, ആ പേര് സേവ് ചെയ്തിരിക്കുന്ന ഒന്ന് വായിച്ച്. കാൾഗേൾ 1, കാൾഗേൾ 2, കാൾഗേൾ 3, കാൾഗേൾ 4. 4 പേരാ. 4 പേരോ? അമ്പമ്പടാ ജോസേ, ഭയങ്കര. ഇവനാള് കൊള്ളാവല്ലോ. എന്റെ ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കും? ഒരേ പേരുള്ള 4 സ്ത്രീകളോ? ചുമ്മാ അവർ നിലവിളിക്കാതെ, ഇത് യഥാർത്ഥ പേരല്ല. ചമ്മിക്കുഞ്ഞെ, ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ, എല്ലാം കാൾഗേൾസ് ആണ്. അയ്യോ, അതാരാ? നിങ്ങൾ അറിയുന്നതാണോ? കാൾഗേൾസിനെ അറിയില്ലേ? ചുമ്മാ കിണറ്റിച്ചാടൊന്നും പറഞ്ഞ് നടന്നാ പോരാ, ലോകവിവരം വേണം. പറഞ്ഞു കൂടു തങ്കച്ചാ. കാൾഗേൾ എന്ന് പറഞ്ഞ അറിയില്ലേ? വലിയ ബിസിനസ്സുകാരൊക്കെ ടൂറ് പോകുമ്പോ കമ്പനി കൂട്ടുള്ള പെണ്ണുങ്ങളെയാ. കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കും, പിന്നെ ഇതുപോലെ ഫോൺ വിളിച്ച് കൊള്ളലും. അതുപോലത്തെ 4 എണ്ണത്തിനെയാ ജോസ് ഒരേ സമയം കൂടെ കൂട്ടിയേക്കുന്നു. ഭയങ്കരം തന്നെ. എന്റെ ദൈവമേ, ഞാൻ ഇതെങ്ങനെ സഹിക്കും? സഹിക്കുമല്ലാതെ വേറെ മാർഗമില്ല. സഹോദരിക്കെല്ലാം സഹിക്കാനുള്ള ശക്തി ദൈവം തരട്ടെ. ജോസിന്റെ ടൈം ബെസ്റ്റ് ടൈം. ഇതെന്നാ വെച്ചാൽ ഒരു ഉത്സാഹമില്ലാതെ നിൽക്കുന്നേ? ഞങ്ങളൊക്കെ എന്നെ ഉത്സാഹിക്കാനാ? നിന്റെ സമയമല്ലേ, നീ അർമാദിക്ക. നല്ല ടൈമിംഗ് ആണല്ലോ.
ഞാൻ വന്നപ്പോൾ തന്നെ കൃത്യം വിളിയും വന്നല്ലോ. പിന്നെ നല്ല ടൈമിംഗ് അല്ലേ, ഞങ്ങളത് പറഞ്ഞിരിക്കുകയായിരുന്നു. അത് വേണ്ട, ലോങ് ട്രിപ്പിനൊക്കെ പറ്റുമോ? എന്റെ ദൈവമേ, ട്രിപ്പ് പോകുന്നിടം വരെ എത്തിയോ? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഓ, ഒരു വല്ലാത്ത ശല്യമായിരിക്കുക. പിന്നെ ശല്യ നമുക്കറിയാം. അമൃത് അധികമായ വിഷമാകട്ടോ. പറ മനുഷ്യ, നിങ്ങൾ ഈ പരിപാടി നിർത്തുന്നോ ഇല്ലയോ? അല്ലെ ഞാൻ ഇപ്പൊ ഇവിടെ ഈ തൂങ്ങാൻ മാത്രം ഇവിടെ എന്നാ സംഭവിച്ചേ? ഒന്നും സംഭവിച്ചില്ലേ, ഹൃദയം തകർന്ന് നിൽക്കുക ഇവിടെ. ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്നതാണോ ഇവിടെ നടക്കുന്നത്? സ്ത്രീശാപം കുടുംബം മുടിക്കും. ഇവക്കെ സഹിക്കാൻ പറ്റാതെ എന്നാ ഇവിടെ നടന്നേ? നിന്ന് പൊട്ടം കളിക്കുന്നത് കണ്ടില്ലേ ചേട്ടാ? ചോദിക്കങ്ങോട്ട്. പച്ചപ്പുണ്യാളുടെ തനി സ്വഭാവം നമ്മളെല്ലാം അറിഞ്ഞെന്ന് മനസ്സിലാക്കട്ടെ. നീ പെണ്ണുങ്ങളായിട്ട് ചുറ്റിക്കളി ഇറങ്ങിയിട്ട് നാളെ ചേട്ടാ കാൽ കേടുമായിട്ടുള്ള. ജോസേ, ഇതൊന്നും നമുക്ക് പറ്റിയതല്ലേ. ഇതൊക്കെ വലിയ വലിയ പണക്കാരുടെ പരിപാടിയാ. നമ്മൾ സാധാരണക്കാര് കുടുംബം കോഞ്ഞാട്ടയാവേ. നിങ്ങൾ എന്നതാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവന്റെ പൂച്ചയാണിത് പുറത്തിയായിരിക്കും. അവന്റെ നല്ല വിലയമല്ലേ, അവൻ ഇങ്ങനെ പോണിങ് കാണിക്കും. നിങ്ങൾ എന്നെ കാണിക്കുന്നത്? നോക്ക്, കാൽകേട് 1, കാൽകേട് 2, അങ്ങനെ 4 എണ്ണം. നിനക്കൊന്നും അറിയില്ലല്ലേ? ആ, ഇതാണോ കാര്യം? കണ്ടോ നിങ്ങക്ക് എല്ലാം നിസ്സാരം. നിങ്ങക്ക് വേറെ ഇടപാടും ഉണ്ടോ അല്ലേ? ഇവിടെ ഓരോ പൊട്ടത്തരം പറയുന്നത് കേട്ടോണ്ടേ നിങ്ങളല്ലാണ്ട് വല്ലതും ചാടി ഇറങ്ങുമോ? കയ്യോടെ പിടിച്ചപ്പോ എന്നെ പൊട്ടാക്കി രക്ഷപ്പെടാനല്ലേ? നിക്ക് നമുക്ക് യോജന പറയാനുള്ള കേൾക്കാം. കഴിഞ്ഞ ആഴ്ച ചെറുക്കനോടത്തെ വണ്ടി നോക്കാൻ ഷോറൂമിൽ പോയത്. അപ്പൊ അവനെ എപ്പോഴും വിളിക്കുമെന്നും പറഞ്ഞ് അവർക്കെല്ലാം എന്റെ നമ്പരാ കൊടുത്തത്. അവിടുന്നല്ല ആ പിള്ളേർ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. ആ വണ്ടി വേണോ, ഈ വണ്ടി വേണോ, ഈ വണ്ടിക്ക് ഇതാ വേണം, ആ വണ്ടിക്ക് അതാ വേണം എന്ന് പറഞ്ഞ്. കാൽകേട് 1, 2 ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നോ? അതിപ്പോഴേ ഇംഗ്ലീഷ് അറിയത്തില്ലാത്തതാണ് ഞാൻ എന്നാ ചെയ്യുന്നു. ആരാ വിളിക്കുന്നത് അറിയാൻ വേണ്ടി അവരുടെ നമ്പർ അങ്ങനെ സേവ് ചെയ്ത് വെച്ചു. കാൽകൾ വിളിച്ച പെൺകുട്ടി, അത് 1, 2, 3, 4 തങ്ങൾ ഇട്ട് വെച്ചു. ഓ, അതുപോലല്ലാത്തൊരു ഇംഗ്ലീഷ് ആയിപ്പോ. അത്രേ ഉള്ളോ? ഇവര് പറഞ്ഞു ചുറ്റിക്കറങ്ങുന്ന പെണ്ണുങ്ങളുടെ പേരാ കാർഗൽന്ന്. ഞാൻ അങ്ങ് പേടിച്ചും പോയി. മഹാഭാവികളെ, നിങ്ങൾ കുടുംബം കളക്കാനുള്ള പണിയായിരുന്നല്ലേ? എന്നാലും എന്റെ ചേട്ടന്മാരെ, ജോസിനെ പോലെ ശുദ്ധനായ ഒരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്നേ? അത് ഞങ്ങളെ ഒന്നും പറയണ്ട, ചേട്ടൻ ന്യായീകരിക്കാൻ മിടുക്കനാ. നിങ്ങൾ വാ, വെയിൽ കൊണ്ട് മടുത്തതല്ലേ, ആപ്പിൾ ജ്യൂസ് എടുത്തിരിപ്പുണ്ട്. വാ തൊപ്പിക്കുഞ്ഞെ, ആപ്പിൾ ജ്യൂസ് കുടിച്ചിട്ട് ഒത്തിരി കാലമായി. എങ്ങോട്ടാ? പാവം പിടിച്ച ഈ മനുഷ്യനെ കുറ്റി അവയ്ക്കാതെ പറഞ്ഞിട്ടേ അന്യ സൽക്കരിക്കാം. എന്റെ തനി സ്വഭാവം പുറത്തെടുക്കുന്നതിന് മുമ്പേ സ്ഥലം വിട്ടോ. എന്നാലും നീ എന്നെ സംശയിച്ചല്ലോ. അതെ, അവര് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് വിശ്വസിച്ചു പോയെന്നേ. ജോസിനെ ഇംഗ്ലീഷ് പഠിപ്പിച്ച സാറിനെ സമ്മതിക്കണം കേട്ടോ. എന്റെ പോലെ ഇത് വല്ലാത്തൊരു ഇംഗ്ലീഷ് ആയിപ്പോയി.